ورحمة الله تعالى وبركاته. اللهم الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد والعاقبة للمتقين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സഹോദരിമാർ, മുഅ്മിനീങ്ങൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധമായ സഫർ മാസം നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലും വിണ്ണിലും ലോകത്തെമ്പാടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരുപാട് പൂക്കൾ വിരിഞ്ഞുകൊണ്ട് ലോകം പടക്കാൻ കാരണഭൂതരായ ഈ കാണുന്ന ലോകത്തുള്ള സർവ അനുഗ്രഹങ്ങളുടെയും കാരണക്കാരനായ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ അസ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരും ഉത്തമരുമായ ലൗലാക മാ ഖലഖതുൽ അഫ്ലാഖ്, നിങ്ങളെ നബിയെ പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ പടക്കില്ലായിരുന്നു എന്ന് ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് രാജാതി രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ, ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ പുണ്യ റബീഉ ഇതാ സമാഗതമാവുകയാണ്. വിശ്വാസമുള്ള, ഈമാനിന്റെ കണികയുള്ള, അണുമണി തൂക്കം ഈമാനിന്റെ കണികയുള്ള മുത്തു മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ സന്തോഷത്തിന്റെ നറുമണം അടിച്ചു വീശാൻ തുടങ്ങി. മുഅ്മിനീങ്ങൾ ഒരുങ്ങുകയായി പുണ്യ റബീനെ വരവേൽക്കാൻ. നാടും നഗരവും വീടും പരിസരവും പള്ളികളും മദ്രസകളും തോരണ പൂരിത വൈദ്യുത അലങ്കൃതമായി. അൽഹംദുലില്ലാഹ്, ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ, വലിയ ആളുകൾ, വയസ്സന്മാർ, വൃദ്ധന്മാർ എല്ലാവരും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഘോഷിക്കാനും, നബി തങ്ങളുടെ മദ്ഹ് പാടാനും, നബി തങ്ങളെ കേൾക്കാനും, നബി തങ്ങളെ പരിചയപ്പെടാനും ഇതാ ആവേശം കാണിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് ഹബീബായ നബി തങ്ങളാണ്. ആ നബി തങ്ങളെ പരിചയപ്പെടാത്തവരും അറിയാത്തവരും ഇല്ല. എങ്കിലും യുക്തിവാദികൾ, ഭൗതികവാദികൾ, ഇസ്ലാമിനെതിരെ പല വിഷയങ്ങളുമായി വരുന്നവർ അവർക്ക് പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് ഉൾക്കൊള്ളാനും കഴിയുന്ന ഏറ്റവും നല്ല സമയവും സന്ദർഭവുമാണ് ഈ പരിശുദ്ധ റബീഉ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ഹുബ്ബുൻ നബിയ്യി മദ്ഹു ഖൈറുൽ അമൽ. ലോകത്തെ അമലുകളിൽ വെച്ച് ഏറ്റവും അകതാറിന്റെ അടിത്തട്ടിൽ, മനസ്സിന്റെ മഹൽ പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ടോ, ആ വിശ്വാസത്തിന്റെ ഭാഗമായി നബി തങ്ങളോടുള്ള മഹബ്ബത്ത്, അടങ്ങാത്ത ഒടുങ്ങാത്ത മഹബ്ബത്തിന്റെ അങ്ങേയറ്റം. ഹുബ്ബുൻ നബിയ്യി മദ്ഹു ഖൈറുൽ അമൽ. അമലുകളിൽ വെച്ച്, പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനം ദുനിയാവിൽ നബി തങ്ങളോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത ഇഷ്കിന്റെ, പ്രേമത്തിന്റെ ലഹരിയിൽ ആണ്ടിറങ്ങലാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. നിങ്ങളിൽ നിന്നൊരാളും പരിപൂർണമായി മുഅ്മിനാവുകയില്ല, പരിപൂർണമായി വിശ്വാസിയാവുകയില്ല, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ. ആരേക്കാൾ? മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ രക്ഷിതാക്കളെക്കാൾ, നിങ്ങളുടെ ഭാര്യ മക്കളെക്കാൾ, ലോകത്തുള്ള സർവ്വസ്വത്തിനേക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ, എന്നെ നിങ്ങൾ പ്രിയം വെക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പഴയ പിതുർമ പൂച്ചുണ്ടനക്കി ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, മൻ അഹബ്ബനി, എന്നെ വല്ലൊരുത്തനും സ്നേഹിച്ചാൽ, എന്നെ വല്ലൊരുത്തനും പ്രേമിച്ചാൽ, എന്നോട് വല്ലൊരുത്തനും ഓരം ചേർന്ന് നിന്നാൽ, ഇഷ്ക് വെച്ചാൽ, കാന മഅഇ ഫിൽ ജന്ന, അവൻ എന്നോട് കൂടെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നബി തങ്ങളെ സ്നേഹിക്കുക. നബി തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ നബി തങ്ങൾ കാണിച്ചു തന്ന റൂട്ട്, ആ നബി തങ്ങൾ കാണിച്ചു തന്ന ജീവിതം, ആ നബിതങ്ങൾ എങ്ങനെയാണ് തുണി ഉടുത്തത്, നബിതങ്ങൾ എങ്ങനെയാണ് മുടിവെട്ടിയത്, നബിതങ്ങൾ എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയത്, നബിതങ്ങൾ എങ്ങനെയാണ് പേരമക്കളോട്, കുടുംബത്തോട്, അയൽവാസികളോട്, സഹാബത്തിനോട്, കൂട്ടുകാരോട് എങ്ങനെ പെരുമാറി, ശത്രുക്കളോട് എങ്ങനെ പെരുമാറി എന്ന് പഠിച്ച് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നബിതങ്ങളുടെ റൂട്ടിലേക്ക് ഒരു മനുഷ്യൻ കയറുക, വരിക. ആ റൂട്ടിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലായി. ആ സ്നേഹം നാം കാത്തു സൂക്ഷിക്കുകയും ആ സ്നേഹത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുകയും ഈ പരിശുദ്ധമായ റബീഉ വരുമ്പോ നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മളുടെ കൂട്ടുകാർക്ക്, നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക്, അന്യമതത്തിൽപ്പെട്ടവർക്ക് നബിതങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അക്രിം ജാറക വലൗ കാന കാഫിറ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസി അഹമ്മദ് അല്ല, ജോസഫാണ്, അല്ലെ ഗോപാലനാണ്, അല്ലെ സരോജിനിയാണ്, അല്ലെങ്കിൽ വേറെ ആരുമാകട്ടെ, ആ അയൽവാസി പട്ടിണി കിടന്നാൽ, ആ അയൽവാസി രോഗിയായി കിടന്നാൽ നാം സുന്ദരമായി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സുന്ദരമായി കടന്നുറങ്ങുന്നവൻ മുസ്ലിമല്ലെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഗീയതക്കെതിരെ, വംശീയതക്കെതിരെ, അതേ രാജ്യദ്രോഹത്തിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച ഹുബ്ബുൽ വത്തനി ശുഅബത്തുൻ മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയോടൊപ്പം ഓരം ചേർന്ന്, ആ നബിയോടൊപ്പം നമുക്ക് കൂടെ നിന്ന് നബിയോടൊപ്പം സ്വർഗത്തിൽ കടക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ നബിതങ്ങളെ പഠിച്ചാൽ, ആ നബിതങ്ങളെ മനസ്സിലാക്കിയാൽ ഇവിടെ വർഗീയതയില്ല, ഇവിടെ വംശീയതയില്ല, ഇവിടെ കലാപങ്ങളില്ല, ഇവിടെ സംഘട്ടനങ്ങളില്ല, ഇവിടെ ഒരാളും ഒരാളെയും അന്യമായി ആക്രമിക്കുകയില്ല. ആ നബിതങ്ങളുടെ പാതയിലേക്ക്, ഇസ്ലാമിന്റെ പാതയിലേക്ക്, സുന്ദരമായ ആശയത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്ന സത്യങ്കര, ധർമ്മഞ്ചര, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, തമസ്സോമേ ജ്യോതിർഗമയ എന്നാണ് അമുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ പോലും പഠിപ്പിക്കുന്നത്. അതായത് സത്യം പറയുക, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മാതാവിനെ ബഹുമാനിക്കുക, പിതാവിനെ ബഹുമാനിക്കുക, തമസ്സോമേ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരിക. ഈ ആശയമാണ് മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അതേ ഖുർആൻ പഠിപ്പിക്കുന്നത്, നബിതങ്ങൾ പഠിപ്പിക്കുന്നത് ഇരുട്ട് പകർത്താതെ വെളിച്ചം പരത്തുന്ന നല്ല വെളിച്ചത്തിന്റെ ആളുകളായി, നൂറിന്റെ ആളുകളായി, പ്രകാശത്തിന്റെ ആളുകളായി ഞാനും നിങ്ങളും മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്ദേശം അതേ എല്ലാ മതങ്ങളും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് സൗഹാർദ്ദപരമായി സന്തോഷപരമായി ജീവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റബീഉ നബിയോട് ഒടുങ്ങാത്ത സ്നേഹം കൂട്ടുവാനും അതേ മറ്റുള്ളവർക്ക് നബിയെ പഠിപ്പിക്കാനും ഉതകുന്ന നല്ല മാസമായി നമുക്ക് കൊണ്ടാടാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നബിയോടൊപ്പം നബിയുടെ ജീവിതം പകർത്താൻ അല്ലാഹു നമുക്കും നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, നാട്ടുകാർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.